കായലിൽ വല വിരിച്ച ശേഷം മാരക കീടനാശിനിയായ കരാട്ടെ, റിവാഫൈ, സൈലോഫൈ തുടങ്ങിയ വിഷങ്ങൾ കലക്കുന്നു. ഇതോടെ കരിമീൻ ഉൾപ്പെടെയുള്ള എല്ലാത്തരം മത്സ്യങ്ങളും ചത്തുപൊങ്ങും. ഇതിൽ നിന്ന് ലഭിക്കുന്ന കിലോ കണക്കിന് കരിമീനുകളാണ് അനധികൃത മത്സ്യബന്ധനത്തിലൂടെ കടത്തുന്നത്. കുറച്ചുനേരം കൊണ്ട് കൂടുതൽ ലാഭം കൊയ്യാനാണ് ഈ കരിമീൻ വേട്ട നടത്തുന്നത്. പ്രദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിടങ്ങളിലാണ് വിഷം കലക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നു. ജലാശയത്തിൽ വിഷം വ്യാപകമാകുന്നതോടെ മത്സ്യങ്ങളുടെ വംശം തന്നെ നശിക്കുകയാണ്. മത്സ്യങ്ങളെ വിഷം കലക്കി പിടികൂടുന്നവരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് ഏറ്റവും ഭീഷണി നേരിടുന്ന ഒരു പ്രക്രിയയാണ് അനധികൃതമായിട്ട് മത്സ്യബന്ധനം നടത്തുന്ന ഈ ഒരു പ്രക്രിയ. അത് വിഷം കലക്കി മത്സ്യം പിടിക്കുന്നത്. അത് കരിമീനെ മാത്രമല്ല, ഇവിടുത്തെ സകല ജീവജാലങ്ങളെ, അതായത് ഈ നമ്മുടെ ജലത്തിൽ ഉണ്ടാകുന്ന മത്സ്യം ഉൾപ്പെടെ സകല ജീവജാലങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉന്മൂലനാശനം വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് കീടനാശിനി പ്രയോഗം. മത്സ്യബന്ധനത്തെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം പ്രവണതകളെ ചെറുക്കാൻ നിയമമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. ജലമലിനീകരണ നിയന്ത്രണ നിയമം, കീടനാശിനി ദുരുപയോഗ നിയമം എന്നിവ ഉപയോഗിച്ചാണ് ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ കേസ് നടത്തുന്നത്. വിഷം ഉള്ളിച്ചെന്ന മത്സ്യങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയും ജലാശയങ്ങളിൽ പരിശോധന നടത്തിയ റിപ്പോർട്ടും പരിശോധനാ കേന്ദ്രങ്ങളിൽ ഭദ്രമായിരിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം യു ഷൈജു, മീഡിയ 1, കോട്ടയം.